ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോഹോ എക്സ്പെൻസിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ സോഹോ എക്സ്പെൻസ് എന്നുള്ള ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഓർഗനൈസേഷൻ്റെ പോളിസി സെറ്റ് ചെയ്യുന്നതാണെന്നാണ് നോക്കുന്നത്. ഈ ഓർഗനൈസേഷൻ്റെ പോളിസീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചില ഓർഗനൈസേഷൻസ് ഒരു എംപ്ലോയിക്ക് മീൽസ് അലവൻസ് നമ്മൾ റീംബേഴ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെർ ഡേ ഒരു 100 എന്നുള്ളൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പെർ മന്ത് എന്ന് പറഞ്ഞിട്ട് 3000 ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇനി അതല്ല ട്രാവലിംഗ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ ബൈക്ക് ആണെങ്കിൽ ഇത്ര, കാർ ആണെങ്കിൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പോളിസീസ് എല്ലാം നമ്മൾ എങ്ങനെയാണ് സോഹോ എക്സ്പെൻസിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇത് റെക്കോർഡ് ചെയ്യുന്നുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ പോളിസി ഒരു എംപ്ലോയി ഒരു എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ബ്ലോക്ക് ചെയ്യാനും പറ്റും, ഒരു വയലേഷൻ മെസ്സേജ് കൊണ്ടുവരാനും പറ്റും. അതിനായിട്ടാണ് നമ്മളിങ്ങനെ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ അഡ്മിൻ വ്യൂവിൽ വരിക. ഇവിടെ നമുക്ക് സെറ്റിങ്സിൽ പോളിസീസ് എന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് ഒരു പോളിസി ഉണ്ടാവും. ഇത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു പോളിസി ആഡ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് കാറ്റഗറി ലിമിറ്റ്സ് എന്ന് കാണാം. ഈ കാറ്റഗറി ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ലെഡ്ജേഴ്സിനും, അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അക്കൗണ്ടിനും നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ഈ ലിമിറ്റ് വരുന്നുണ്ടാവുക അവർ പെർ മന്തിൽ ബേസിലായിരിക്കും. അപ്പോൾ അഗ്രിഗേറ്റ് ആയിട്ട് ഈ ലിമിറ്റിൽ അവർ റീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു വയലേഷൻ മെസ്സേജ് വരും, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. ഇത് കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഓവർ റൈഡ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എക്സ്പെൻസിൻ്റെ എമൗണ്ട് ലിമിറ്റ് ടിക്ക് ചെയ്തിട്ട് ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റെസിപ്റ്റ് മാൻഡേറ്ററി ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇവിടെ 0 കൊടുത്താൽ മതി. ഇനി അതേ സമയത്ത് റെസിപ്റ്റ് ഒരു 100 റുപ്പീസിന് മുകളിലും മതി എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 100 എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. അതേപോലെ അവർ ഈ എക്സ്പെൻസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ഒരു കോളം മാൻഡേറ്ററി ആക്കി വെക്കണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ടിക്കറ്റ് കൊടുത്താൽ മതി. മൈലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് റീംബേഴ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ്. ഇവിടെ നമുക്ക് ആ വെഹിക്കിളിനെ ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു ന്യൂ വെഹിക്കിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് വെഹിക്കിൾ നെയിമായിട്ട് ഞാനിവിടെ കാർ എന്നുള്ളതാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അവർ മാനുവൽ ഡിസ്റ്റൻസ് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഓഡോമീറ്റർ റീഡിംഗ് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ GPS വഴി ട്രാക്ക് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കിലോമീറ്റേഴ്സ് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ മാനുവലായിട്ട് എൻ്റർ ചെയ്യുന്നതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് സേവ് ചെയ്യുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് കൊടുത്തിട്ട് കാർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു റേറ്റ് കൊടുക്കാനായിട്ട് പറ്റും. 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 50 റുപ്പീസാണ് അവർക്ക് ക്ലെയിം കൊടുക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എംപ്ലോയി അവർ കാറിൽ ഒരു 10 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് 100 റുപ്പീസ് റീഇംബേഴ്സ്മെൻറ്റിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഈ മൈലേജിനെ ബേസ് ചെയ്തുള്ള കിലോമീറ്റേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അടുത്തത് വന്നിട്ട് പെർ ഡിയം എന്നുള്ളൊരു റൂളാണ്. പെർ ഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് പെർ ഡേയിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലിമിറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് റൂൾസ് എന്നുള്ളൊരു ഫീച്ചറും നമുക്കിവിടെ പുതിയ റൂൾ ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഇതുപോലെ ഒരു പെർ ഡേ റൂൾ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ നമ്മൾ ഡെയിലി, മന്ത്ലി, ഇയർലി, കസ്റ്റം ലിമിറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഡെയിലി ലിമിറ്റാണ് കൊടുക്കുന്നത്. ഇഫക്റ്റീവ് ഫ്രം എന്നുള്ളത് കറണ്ട് ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ലിമിറ്റ് ടൈപ്പ് വരുന്നത് നമുക്ക് ഇത്രയും ഇതുണ്ട്. ഒന്ന് ഫിക്സഡ് എമൗണ്ടിനെ ബേസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു കൗണ്ടിനെ ബേസ് ചെയ്യാം, അല്ലെങ്കിൽ മൈലേജ് ലിമിറ്റ് ഉണ്ട്. ദെൻ ലൊക്കേഷനെ ബേസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ പെർ ഡേ എമൗണ്ടിനെ ബേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ കൊടുക്കുന്നത്, എനിക്ക് ഒരു ഡേയിൽ അവർ മീൽസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ആ ഒരു എക്സ്പെൻസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് 100 റുപ്പീസിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാനിവിടെ ഫിക്സഡ് എമൗണ്ട് കൊടുത്തിട്ട് 100 റുപ്പീസാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ എക്സ്പെൻസ് കാറ്റഗറി എന്ന് പറയുന്നിടത്ത് ഞാൻ മീൽസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ആ ഒരു ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആക്ഷൻ ടൈപ്പ് നമുക്കിത് വാൺ ചെയ്യണോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പം അവരങ്ങനെ എൻ്റർ ചെയ്യാൻ പാടില്ല, സബ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് കൊടുക്കാം. ജസ്റ്റ് വാൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ വാൺ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്ലോക്ക് കൊടുത്ത് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയീസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, 100 റുപ്പീസിന് മുകളിൽ ഈ മീൽസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ആ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോളിസി സെറ്റ് ചെയ്യുന്നതിലുള്ളത്.